നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നക്ഷത്രഫലമാണ് പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലം. ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. പലരും പറയുന്നത് പല പല രീതിയിലാണ്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്. എന്നാൽ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. ഒരു നക്ഷത്രഫലം, ഒരു വർഷത്തെ നക്ഷത്രഫലം പറയാൻ 1-2 മണിക്കൂറുകൾ വേണ്ടി വരും. അതിനെ വളരെ ലഘുവായി ചുരുക്കി 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടുതലായും ഞാൻ പ്രേക്ഷകർക്കായി പറയുന്നത് നിങ്ങളുടെ ദോഷങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. എന്നാൽ വരാനിരിക്കുന്ന ഒരു ദോഷങ്ങൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യുകയും അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോഴേക്കും ഗുണഫലങ്ങളും ഏറെക്കുറെ പറയുന്നു, അതിനോടൊപ്പം തന്നെ ദോഷഫലങ്ങളും പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ആ ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്തു പോകുക. എന്നാൽ മാത്രമേ കൃത്യമായും നമ്മൾ പറയുന്ന ആ ഒരു ഗുണഫലങ്ങൾ, അതായത് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ജാതക സംബന്ധമായ സംശയങ്ങൾക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരിച്ച് വോയിസ് മെസ്സേജ് വഴി തന്നെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുഫലത്തിൽ ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് വിജയം ഈ ഒരു വർഷം ലഭിക്കുക തന്നെ ചെയ്യും. ഉപരിപഠനത്തിന് വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും പഠിക്കുവാനും അതിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും അവരുമായി കഴിയുവാനും അല്ലെങ്കിൽ അവരുമായി നിങ്ങൾക്ക് സംസാരിക്കുവാനും അവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നിങ്ങളുടെ ആ ഒരു ദുഃഖങ്ങളും സന്തോഷങ്ങളും അവരുമായി പങ്കുവയ്ക്കുവാനും അവരിൽ നിന്നും ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുക അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർ മാറ്റിത്തരിക, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. വസ്തുതർക്കത്താൽ കഴിയുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ സംസാരിച്ച് തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നാൽ മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ എതിരെയുള്ള ആൾ മനസ്സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യും. അതായത് വസ്തു സംബന്ധമായിട്ട് ലാഭം ഉണ്ടാകുന്ന വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. കൂടാതെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കി നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കരുതി നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് നിർത്തിയിരുന്ന ആൾക്കാരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പലരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അതായത് നമുക്ക് ആ പറയുന്ന സമയത്ത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല എന്നത്. പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടും ഇത് തന്നെയാണ്. അവർക്ക് ഓരോ മാസത്തിലും ചെയ്തു തീർക്കാനായിട്ട് കമ്പനികൾ കൊടുക്കുന്ന ആ ഒരു ടാർഗറ്റ് അവർ പണി ചെയ്യുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ ഒരു വർഷക്കാലഘട്ടം ഇവർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ്. അവർക്ക് ആ കാര്യങ്ങളിലെല്ലാം വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അനന്ത സാധ്യതയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ജോലി സാധ്യത അതായത് ജോലിയുടെ വേക്കൻസികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ജോലിക്ക് കയറുവാൻ സാധിക്കും. മടിപിടിച്ച് മാറി നിൽക്കാതെ ഈ ഒരു വർഷക്കാലഘട്ടം, അതായത് എനിക്കിനി കിട്ടില്ല, ഒരുപാട് ശ്രമിച്ചിട്ട് ലഭിക്കാതെ ഇരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയത്തിൽ എത്തിച്ചേരുവാനും ആ ഒരു മേഖലയിൽ തന്നെ ജോലിയിൽ കയറുവാനും സാധിക്കുക തന്നെ ചെയ്യും. ഗ്രഹോപകരണങ്ങൾ
വീട്ടിൻ്റെ അത്യാവശ്യമായ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം മാറ്റി വാങ്ങുവാനും അല്ലെങ്കിൽ പുതിയത് വാങ്ങുവാൻ അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങുവാനും അല്ലെങ്കിൽ പഴയത് മാറ്റി വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ സംസാരം മൂലം പല വ്യക്തികളും നിങ്ങളോട് സംസാരിക്കുവാൻ ഇടമല്ലാതെ, അതായത് നമ്മുടെ സംസാരം ചില സമയത്ത് നിങ്ങളുടെ കോപത്താൽ മോശമായി സംസാരിക്കുകയും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പിണങ്ങി മാറി നിൽക്കുകയും ചെയ്ത വ്യക്തികൾ അതെല്ലാം മറന്ന് നിങ്ങളോടൊപ്പം തുടരുവാനും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സന്തോഷമായി ജീവിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദം പങ്കുവറ്റുവാനും വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും. സാഹിത്യ രചയിതാക്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുവാനും ജീവിതം സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകുവാൻ സാധിക്കും, അവരെ സഹായിക്കുവാൻ സാധിക്കും. അതായത് മനുഷ്യത്വമുള്ള വ്യക്തിയായി നല്ല രീതിയിൽ ജീവിതം തുടരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബ ബന്ധങ്ങളോടൊപ്പം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം അകന്ന് താമസിച്ച വ്യക്തികളാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ എത്തിച്ചേരാൻ പറ്റാതെ മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാനും സന്തോഷത്തോടു കൂടി ദൂരയാത്രകൾ പോകുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്കായിരിക്കും തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളെ നിങ്ങളുടെ ഓഫീസിനടുത്തൊക്കെ കൊണ്ടുവരുവാനും അവിടെ ഒരുമിച്ച് താമസിക്കുവാനും എല്ലാം സാധിക്കുന്ന വർഷമാണ്. പറഞ്ഞാൽ നമുക്ക് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷകാലഘട്ടം. വിചാരിച്ച രീതിയിൽ ധനലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം കാണും, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കാണും, ഈ ഒരു വർഷം എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുള്ള ധനം ഇത്രയും സമ്പാദിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിന് പോകുവാൻ വേണ്ടി ധനം ചിലപ്പോൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് ധനം കൊടുക്കുവാനും അല്ലെങ്കിൽ അതിനുള്ള ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുകയും അതിൽ പഠിക്കുവാനും എല്ലാം സാധിക്കുന്നൊരു വർഷമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു വർഷം നല്ല രീതിയിൽ മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തര ഫലത്തെ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പലരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ എടുത്തുചാടി ചെയ്യുന്ന പല പ്രവൃത്തികളും ജീവിതത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പശ്ചാത്താപങ്ങളും അല്ലെങ്കിൽ പരിഹാരങ്ങളും ചെയ്യുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും അഭിനന്ദനവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണ താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിജയം ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള വ്യക്തികൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ള അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വിവാഹം നടക്കാതെ, അതായത് വിവാഹം മുടങ്ങിയിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വിവാഹാലോചനകൾ വരുവാനായി ചെറിയൊരു താമസം കാണുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുവാൻ സാധിക്കാതെയും പോകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വിഷമിക്കാതിരിക്കുക. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ, ധനപരമായ നേട്ടമുണ്ടാകും എന്നുണ്ടെങ്കിലും സന്തോഷത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരമെല്ലാം നിയന്ത്രിക്കുക. കൂടാതെ കുടുംബജീവിതത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജോലി സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഷെയർ മാർക്കറ്റിലെല്ലാം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം ഈ ഒരു വിഷുകാലം അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ബിസിനസ് പൂർണ്ണമായിട്ടും പാർട്ട്ണറിൻ്റെ കയ്യിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും ബിസിനസ്സിൽ ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ.
നിങ്ങൾ സാമ്പത്തികപരമായി വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. കായിക രംഗത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരു വർഷം തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദുർഗാദേവിയൊക്കെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ ലളിതാ സഹസ്രനാമം ജപിക്കുകയും വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.